ടൂറിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്തിട്ടുള്ളവരാണോ നിങ്ങൾ എങ്കിൽ വാഷിംഗ്ടണിൽ നിന്നും പുറത്തു വരുന്ന ഈ നിർണായക വാർത്ത തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാസ് വിസ റദ്ദാക്കൽ നടപടിക്ക് ട്രംപ് ഭരണകൂടം തുടക്കമിട്ടിരിക്കുകയാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള B1 വിസയിലോ ടൂറിസ്റ്റ് കുടുംബ സന്ദർശന ആവശ്യങ്ങൾക്കുള്ള B2 വിസയിലോ അമേരിക്കയിലെത്തിയ ശേഷം അസൈലം അതായത് അഭയം അപേക്ഷ നൽകിയ ഏകദേശം 2 ലക്ഷത്തോളം വിദേശികളുടെ വിസകൾ ഒറ്റയടിക്ക് റദ്ദാക്കാൻ US ഗവൺമെന്റ് പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്താണ് B1 B2 വിസകൾ? എന്തുകൊണ്ടാണ് 2 ലക്ഷത്തോളം പേരുടെ വിസ റദ്ദാക്കാൻ തീരുമാനിച്ചത്? ഇവർക്കെതിരെ വിസ ഫ്രോഡ് ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യക്കാരെ ഇത് എങ്ങനെ ബാധിക്കും എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം തന്നെ ആരൊക്കെയാണ് ഈ നടപടിയുടെ പരിധിയിൽ വരുന്നത് എന്ന് മനസ്സിലാക്കാം. 2016 മുതൽ 2026 വരെയുള്ള കാലയളവിൽ US-ന്റെ B1 ബിസിനസ് വിസയോ B2 ടൂറിസ്റ്റ് കുടുംബ സന്ദർശന വിസയോ നേടിയ ശേഷം അമേരിക്കയിൽ എത്തുകയും പിന്നീട് അസൈലം പദവികൾക്കായി അപേക്ഷിക്കുകയും ചെയ്ത വിദേശികളെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് വ്യക്തമാക്കിയതനുസരിച്ച് കുറഞ്ഞ കാലയളവിലേക്ക് താൽക്കാലിക സന്ദർശകരായി അമേരിക്കയിലേക്ക് വരുന്നു എന്ന് കാണിച്ച് വിസ നേടിയ ശേഷം അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാൻ വേണ്ടി അസൈലം അപേക്ഷ നൽകുന്നത് ഒരു തരത്തിലുള്ള വിസ തട്ടിപ്പാണെന്നാണ് ഭരണകൂടം ആരോപിക്കുന്നത്. ഇത്തരത്തിൽ B1 B2 വിസയിൽ അമേരിക്കയിലെത്തി പിന്നീട് അസൈലം അപേക്ഷ നൽകിയവരുടെ വിവരങ്ങൾ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അതായത് USCIS നൽകിയ ഡേറ്റാബേസിൽ നിന്നും കണ്ടെത്തി പരിശോധിച്ചു വരികയാണ്. ഇത്തരത്തിൽ ഏകദേശം 2 ലക്ഷം വരെയുള്ള വിസകൾ റദ്ദാക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത്. ഇത് നടപ്പായാൽ അമേരിക്കൻ ഇമിഗ്രേഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാസ് വിസ റദ്ദാക്കലായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് അസൈലം. സ്വന്തം രാജ്യത്ത് ജീവന് ഭീഷണി നേരിടുന്നവർക്കും വംശീയമോ മതപരമോ ആയ പീഡനങ്ങൾ നേരിടുന്നവർക്കും മറ്റൊരു രാജ്യത്ത് അഭയം തേടാനുള്ള നിയമപരമായ അവകാശമുണ്ട്. എന്നാൽ B1 അല്ലെങ്കിൽ B2 വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ അപേക്ഷകർ സാധാരണയായി തങ്ങൾ താൽക്കാലിക സന്ദർശനത്തിനാണ് അമേരിക്കയിലേക്ക് പോകുന്നതെന്നും പിന്നീട് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങണമെന്നും വ്യക്തമാക്കാറുണ്ട്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ വാദം എന്തെന്നാൽ ചിലർ ഇമിഗ്രേഷൻ നിയമങ്ങളെ മറികടക്കാനും അമേരിക്കയിൽ സ്ഥിരമായി ജോലി ചെയ്ത് താമസിക്കാനും B1 B2 വിസകളെ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ്. എന്നാൽ ഇമിഗ്രേഷൻ അഭിഭാഷകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ നിലപാടിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. അവരുടെ വാദം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യക്തി അമേരിക്കയിൽ എത്തിയതിനു ശേഷമായിരിക്കാം സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം പെട്ടെന്ന് മോശമാകുന്നത്, അല്ലെങ്കിൽ അമേരിക്കയിൽ എത്തിയ ശേഷമായിരിക്കാം തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ അസൈലം അപേക്ഷിക്കുന്നത് സ്വാഭാവികവും നിയമപരവുമായ നടപടിയായിരിക്കാം. അതുകൊണ്ട് തന്നെ B1 B2 വിസയിൽ എത്തിയ ശേഷം അസൈലം അപേക്ഷിച്ച എല്ലാവരെയും ഒരേ രീതിയിൽ വിസ തട്ടിപ്പ് നടത്തിയവരുമായി കണക്കാക്കുന്നത് ശരിയല്ലെന്നാണ് അഭിഭാഷകരും മനുഷ്യാവകാശ പ്രവർത്തകരും പറയുന്നത്. ഇനി മറ്റൊരു പ്രധാന ചോദ്യം, ഈ 2 ലക്ഷം പേരെയും ഉടൻ അമേരിക്കയിൽ നിന്നും നാട് കടത്തുമോ എന്നതാണ്. എന്നാൽ അല്ല. വിസ റദ്ദാക്കുന്നു എന്നതുകൊണ്ട് നിലവിൽ അസൈലം കേസ് ഉള്ള എല്ലാവരെയും ഉടൻ നാട് കടത്തില്ല എന്നാണ് വാർത്തകൾ പറയുന്നത്. അവരുടെ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് വിസ പദവി നഷ്ടപ്പെടാം. തുടർന്ന് അവർ അസൈലം അപേക്ഷകർ എന്ന നിലയിൽ മാത്രമായിരിക്കും പരിഗണിക്കപ്പെടുക. എന്നാൽ അവരുടെ അസൈലം കേസ് പിന്നീട് തള്ളപ്പെട്ടാൽ അവർക്ക് അമേരിക്ക വിടേണ്ടി വരും. ഇത് ഒറ്റപ്പെട്ട ഒരു നടപടി മാത്രമല്ല എന്നതും ശ്രദ്ധിക്കണം. കഴിഞ്ഞ 18 മാസത്തിനിടെ മാത്രം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഏകദേശം 1,75,000-ൽ അധികം ആളുകളുടെ വിസകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഉൾപ്പെട്ടവർ ആരൊക്കെയാണ്? നമുക്ക് നോക്കാം. ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ് ഒരു വിഭാഗം. ഉദാഹരണത്തിന് മദ്യപിച്ച് വണ്ടി ഓടിക്കൽ അതായത് DUI, മോഷണം, ആക്രമണം തുടങ്ങിയ കുറ്റങ്ങൾ ചെയ്തവരുടെ വിസകൾ റദ്ദാക്കിയിട്ടുണ്ട്. അമേരിക്കൻ വിദേശ നയങ്ങളെയും പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട അമേരിക്കൻ നിലപാടുകളെയും പരസ്യമായി വിമർശിച്ചവരുടെയും വിസകൾ റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ വ്ളോഗർമാരുടെയും യാത്രക്കാരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചതിന് ശേഷവും ചില വിസകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ട്രംപ് ഭരണകൂടം വിസ നടപടികൾ കൂടുതൽ കർശനമാക്കുകയും ചെയ്യുന്നുണ്ട്. വിസ അപേക്ഷകരുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, X തുടങ്ങിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൂടുതൽ വിശദമായി പരിശോധിക്കുന്ന സോഷ്യൽ മീഡിയ സ്ക്രീനിംഗ് ഇതിന്റെ ഭാഗമായാണ്. ചില രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വലിയ തുക ബോണ്ടായി നൽകേണ്ടി വരുന്ന വിസ ബോണ്ട് സംവിധാനവും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ അമേരിക്കയിലെത്തി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി പൗരത്വം നേടുന്നതിനെതിരെയുള്ള ബർത്ത് ടൂറിസം നിയന്ത്രണങ്ങളും കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. അതായത് അമേരിക്കൻ വിസ നേടുന്നതും അത് പിന്നീട് നിലനിർത്തുന്നതും മുൻപത്തേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായി മാറിയിരിക്കുകയാണ്.
ഇപ്പോൾ US വിസ നയങ്ങളിൽ വലിയൊരു മാറ്റമാണ് നടക്കുന്നത്. B1 B2 വിസയിൽ അമേരിക്ക സന്ദർശിച്ച ശേഷം അസൈലം അപേക്ഷ നൽകിയ ഏകദേശം 2 ലക്ഷത്തോളം വിദേശികളുടെ ഭാവി ഇനി വരും ദിവസങ്ങളിൽ US ഫെഡറൽ കോടതികളുടെ വിധികളെയും ഭരണകൂടത്തിന്റെ അന്തിമ തീരുമാനങ്ങളെയും ആശ്രയിച്ചിരിക്കും. വരും ആഴ്ചയിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചനകൾ നൽകുന്നത്. അതുകൊണ്ട് അമേരിക്കയിലേക്ക് B1 B2 വിസയിൽ യാത്ര ചെയ്യുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. വിസ അപേക്ഷയിൽ നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായും സത്യസന്ധമാണെന്ന് ഉറപ്പാക്കുക. വിസയുടെ കാലാവധി കഴിഞ്ഞും അമേരിക്കയിൽ തുടരുന്നതും വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ പറഞ്ഞ ഉദ്ദേശത്തിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നതും ഗുരുതരമായ നിയമ നടപടികൾക്ക് കാരണമായേക്കാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം കൂടുതൽ ഇമിഗ്രേഷൻ വാർത്തകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.